പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Canon E3370 എന്ന പ്രിൻ്ററിൻ്റെ സ്കാനർ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്കാനറിനായിട്ട് പ്രത്യേകിച്ച് ഡ്രൈവർ കാര്യങ്ങളൊന്നും ഈ മോഡലിന് വരുന്നില്ല. നിങ്ങൾ ആൾറെഡി പ്രിൻ്ററിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന കൂടെ തന്നെ സ്കാനർ ഡ്രൈവറും സ്കാനറിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ള ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നുകൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിനാദ്യം നമ്മളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുക, Canon സപ്പോർട്ട് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെർച്ച് ബൈ മോഡൽ നെയിം എന്നുള്ളത്. അവിടെ നിങ്ങളുടെ പ്രിൻ്ററിൻ്റെ മോഡൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. E3370 അടിക്കുന്നതോടുകൂടി തന്നെ ഇവിടെ താഴെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. ആ ലിസ്റ്റിൽ കാണിക്കുന്ന ആ മോഡൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ നിങ്ങൾക്ക് പ്രിൻ്ററിൻ്റെ പേര് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ആദ്യം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ടാവും. അതായിരിക്കും നിങ്ങളെ വിൻഡോസിൻ്റെ വെർഷൻ വരുന്നത്. ഇതിൽ മാക്കിൻ്റെ വെർഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്താണ്ട് സെർച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സൈസുള്ള ഫയൽ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഈ സെൻറ്ററിൽ കാണുന്ന കണ്ടില്ലേ, ഈ 3300 സീരീസ് MP ഡ്രൈവേഴ്സ് ഏകദേശം 86 MB ഉണ്ട്. ഈ ഫയലാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ ഈ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫയലിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ജസ്റ്റ് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്തു. ഞാനിവിടെ ഏഷ്യ എന്നുള്ളത് സെലക്ട് ചെയ്തു. നിങ്ങളെ കൺട്രി റീജിയൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇവിടെ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളിംഗ് പ്രോസസ്സ് നടക്കുന്നതാണ്. നിങ്ങൾ ആൾറെഡി കമ്പ്യൂട്ടറും പ്രിൻ്ററും നമ്മൾ USB കേബിൾ കണക്റ്റഡ് ആണെങ്കിൽ റിമൂവ് ചെയ്യണം. ഈ ഒരു പോർഷനിൽ എത്തുന്ന സമയത്താണ് നമുക്ക് കേബിൾ കണക്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്ന USB കേബിൾ വഴി ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്താണ് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മോട് ചോദിക്കുന്നുണ്ട് USB കേബിൾ കണക്ട് ചെയ്യാൻ. ഈ സമയത്ത് മാത്രമേ പ്രിൻ്ററും കമ്പ്യൂട്ടറും നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ സ്ക്രീനിൽ ഡിറ്റക്റ്റ് ചെയ്ത പോലെ ഒരു കാണിക്കും. അതിനുശേഷം ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ ഒരു മെസ്സേജ് വരുന്നതാണ്, ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഇവിടെ ഇൻസ്റ്റാൾ ആയിക്കണോ ഇല്ലയോ എന്ന് നോക്കാം. അത് ജസ്റ്റ് ഓപ്പൺ ആക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ താഴോട്ട് വരുന്ന സമയത്ത് Canon യൂട്ടിലിറ്റീസിൽ സ്കാൻ യൂട്ടിലിറ്റി പറഞ്ഞ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. ജസ്റ്റ് ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കാനിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. ആ പ്രോബ്ലം സോൾവ് ആവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.